അപ്പൊ ശംസുലുലമയുടെ മാതൃകയുണ്ടെന്ന് പറഞ്ഞിട്ട് ശംസുലുലമയുടെ ശത്രുക്കൾ ശംസുലുലമയുടെ ആളാകാൻ നിൽക്കൊന്നും വേണ്ട. ശംസുലുലമയുടെ കഠിനമായ ശത്രുത ദീർഘകാലം വെച്ച് പുലർത്തിയിട്ട് ശംസുലുലമ അവിടെ വളർത്തിയെടുത്ത സമസ്തയെ തകർക്കും എന്ന് പരിസരത്തിൽ നിന്ന് ഒരിക്കൽ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആളുകൾ, നിങ്ങളെ സമസ്തനെ ഞങ്ങൾ പൊളിക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ശംസുലുലമയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞു വരാൻ നിൽക്കണ്ട. ഈ മുശാഹദ അത് സ്വപ്നത്തിലല്ല ഉണ്ടാകുക, അത് യഖ്ലത്തിലേ ഉണ്ടാവുള്ളൂ. എന്ത് തരീഖത്ത് തങ്ങളടുത്തുള്ളത്? ഇവര് വിചാര ഔലിയാക്കളെ സ്വപ്നം എന്ന് പറയുന്നത് ഒരുത്തം പറയണത് ഒരുത്തം പ്രസംഗിക്കുകയാണ്. ഞാനിപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായിലേക്ക് പോയത്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്രാ നടത്തിയത് മനാമിലാണെന്ന് പറഞ്ഞാൽ അതിപ്പോ ഞാനിപ്പോ അങ്ങനെ ഉറക്കത്തില് അബൂദാബി പോയി വരുന്ന മാതിരി കിനാവ് മാത്രല്ലേ ആകുക? നഊദു ബില്ലാഹ്. റുഅ്യൽ അംബിയാഇ വഹ്യുന്നാണ്. അംബിയാക്കളുടെ സ്വപ്നം എന്ന് പറയുന്നത് വഹ്യാണ്. അങ്ങനെ നബി തങ്ങൾ അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. മുസ്തഫ നബി തങ്ങളുടെ സംസാരം കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിട്ടുപിരിഞ്ഞ സംസാരമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് നബി തങ്ങൾ എന്തൊക്കെ പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി, കണ്ടത് നബിനല്ല. കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം മനസ്സിലാവാതിരിക്കുകയില്ല. അങ്ങനെ മുത്തുനബിയുടെ ശരീരം ഇങ്ങനെ പഠിക്കണം. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യത്തെ പഠിക്കണം. തിളങ്ങുന്ന ശരീരമാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. വെളുത്ത ശരീരമാണെങ്കിലും അതിൽ ചുവപ്പ് കയറിയിരുന്നു. അതുകൊണ്ടാണ് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമെന്ന് പറയുന്നത്. ചെറിയ കുട്ടികളുടെ വലത്തെ കൈയിൻ്റെ ചൂണ്ടാവരലിൻ്റെ നഖത്തിൻ്റെ നിറമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഇങ്ങോട്ട് പഠിച്ചു തരണം. മുസ്തഫ നബി തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറിയ ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി വരും പോലെയുള്ള നടത്തമായിരുന്നു. കഅന്നമാ മിൻ സമമിൻ, ഒരു ചെറിയ മൊട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറകിലേക്ക് കൈകെട്ടി നിൽക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു, ബാക്കിക്ക് ഇങ്ങനെ കൈയെട്ടിങ്ങാണ്ട് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായി, കണ്ടത് നബിനല്ലാന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബിയെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണമെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബി തങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ മഹാന്മാരായ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. സ്വഹാബികളാണോ സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ അവർക്ക് ഉറപ്പിക്കാം കണ്ടത് നബി തങ്ങളെ തന്നെയാണ് എന്ന്. അതുപോലെ തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളും സിഫാത്തുകളും ഒക്കെ ആവർത്തിച്ച് പഠിക്കുകയും അത് മനസ്സിൽ പതിയുകയും ചെയ്ത ആളുകൾ, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അവർക്കും ഉറപ്പിക്കാം കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് എന്ന്. ഈ രണ്ട് വിഭാഗവും അല്ലാത്തവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിക്കാൻ പറ്റൂല. നബി തങ്ങളെ തന്നെയാവാം കണ്ടത്, അല്ലെങ്കിൽ ശൈത്താൻ തോന്നിപ്പിച്ചതാവാം. ഇതാണ് അഹ്ലുസുന്നയുടെ വാദം, ഇതാണ് ഇമാമിയങ്ങൾ പഠിപ്പിച്ച വാദം. എന്നാൽ ഇത് നമ്മുടെ ആലിമീങ്ങൾ ഇവിടെ പറഞ്ഞപ്പോ അതിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് ഇത് പിഴച്ച വാദമാണ്, ഇത് വഹാബി വാദമാണ് എന്ന് പറഞ്ഞിരുന്ന കുരുവട്ടൂരികൾ ഏത് രീതിയിൽ എങ്ങനെ ആര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാലും അവനിക്ക് അവന്റെ മനസ്സിൽ അതുമായ ഒരു ബോധ്യവും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചോളണം എന്ന് ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു കുരുവട്ടൂരികൾ. എന്നാൽ ഇപ്പോൾ ഈ കുരുവട്ടൂരികൾ ശംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് യഥാർത്ഥ സമസ്തക്കാർ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സമസ്തയിലെ ഒരു വലിയ പ്രഭാഷകൻ അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ.
രണ്ടാമത്തേത് കണ്ടത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാക്കാവുന്ന വിവരമുണ്ടായിരിക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ പിശാച് ഉറക്കത്തിൽ വരൂല, ഉണർച്ചയിലും വരൂല. അതിന് നബി തങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ നബി തങ്ങളെ എങ്ങനെയാണെന്ന് ആദ്യം അറിയണ്ടേ. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവും മുത്തുനബിയുടെ ശരീരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികളും പഠിച്ചിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. അതിന് നബി തങ്ങളങ്ങനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ പിശാച് ഉറക്കത്തിലും വരൂല, ഉണർവിലും വരൂല. അപ്പൊ പോലെ എന്നറിയണമെങ്കിൽ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം, അവിടുത്തെ ശരീരം അറിയണം, അവിടുത്തെ രീതി അറിയണം, അതിനാ സിഫത്തുകൾ അറിയണം എന്ന് പറയാം. എന്നിട്ട് വളരെ വിശദമായി തന്നെ സാലിം ഫൈസി അത് പറയുന്നുണ്ട്. അങ്ങനെ നബി തങ്ങളങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. മുസ്തഫായ നബി തങ്ങളുടെ സംസാരം കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിട്ടുപിരിഞ്ഞ സംസാരമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നോട് നബി തങ്ങൾ എന്തൊക്കെ പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല. കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം മനസ്സിലാവാതിരിക്കുകയില്ല. അങ്ങനെ ഓരോ സിഫത്തുകളും വിശദീകരിച്ച് തന്നെ ഫൈസ് പറയുന്നുണ്ട്. അതിലൊന്നാണ് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം അത് വേർപിരിഞ്ഞ് ഇങ്ങനെ വരും, കേൾക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാകും. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, പക്ഷെ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ല എന്നാണ് ഫൈസി പറയുന്നത്. എന്താ വട്ടൂരികളെ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറകിലേക്ക് കൈകെട്ടി നിൽക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു, ബാക്കിക്ക് ഇങ്ങനെ കൈയ്യെട്ടിങ്ങാണ്ട് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബിയെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണമെങ്കിൽ. കേട്ടില്ലേ? കാണണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം, എങ്കിലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ ശംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന് പറയുന്ന കുരുവട്ടൂരികളെ, ആ ശംസുൽ ഉലമയുടെ മാതൃക പഠിച്ച ആളുകളാണ് ഇവർ എന്ന് നിങ്ങൾ സമ്മതിക്കുമല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെങ്കിൽ അവിടുത്തെ വിശേഷണം പഠിക്കണം. ഇനിയും കേട്ടോളി. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം. നബി തങ്ങളുടെ ചുണ്ടെങ്ങനെയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീശ എങ്ങനെയാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂക്ക് എങ്ങനെയാണ്. നീണ്ട് വളഞ്ഞ മൂക്കാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂക്ക് ചപ്പിയതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി തങ്ങൾ പഠിച്ചാലേ കിട്ടുള്ളൂ. എങ്ങനെയുണ്ട് കുരുവട്ടൂരികളെ? വേ ചട്ടിയും പാത്രം കുടിക്കും കൈക്കോട്ടൊക്കെ എടുത്ത് വേ ഒരുങ്ങിക്കോളി. നിങ്ങളെ സ്വഭാവമാണല്ലത്. വേ നോക്കി, പെട്ടെന്ന് നോക്കി. ഇനിയുണ്ട്, ഒന്നുകൂടി കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. തബസ്സും, 3 തരം ചിരികളാണുള്ളത്. ഒന്ന് ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറയുന്ന മുഖപ്രസന്നതയാണ്. 2 തബസ്സും എന്ന് പറയുന്ന പുഞ്ചിരിയാണ്. 3-മത്തത് ലഹക്ക് എന്ന് പറയുന്ന ചിരിയാണ്. അതിൽപ്പെട്ടതാണ് പൊട്ടിച്ചിരി. പുഞ്ചിരി എന്ന് പറയുന്ന തബസ്സുമും ലഹക്ക് എന്ന് പറയുന്ന ചിരിയും തമ്മിലുള്ള വ്യത്യാസം 2 എണ്ണമാണ്. പുഞ്ചിരി എന്ന് പറയുന്നതിന് ശബ്ദമുണ്ടായിരിക്കില്ല എന്നതും പുഞ്ചിരിക്കുന്ന സമയത്ത് അണപ്പല്ല് കാണുകയില്ല എന്നതുമാണ്. ഇന്നമാക്കാനയ തബസ്സമു വലായുറാദി റാസുഹു, അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അലാക്കിൻ്റെ ഒച്ചയിലാണ് ചിരിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി
വആലിഹി വസഹ്ബിഹി വസല്ലം. കേട്ടില്ലേ? കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ല എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വിശേഷണം ഒത്തില്ല, അതുകൊണ്ട്. അവിടുത്തെ സിഫത്ത് ഒക്കാത്തത് കൊണ്ട് കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ല. പറയുന്നത് കുരുവട്ടൂരികൾ യഥാർത്ഥ സമസ്ത എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സമസ്തയിലെ ഏറ്റവും വലിയൊരു പ്രഭാഷകനാണ് ഈ പറയുന്നത്. കുരുവട്ടൂരികളെ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല എങ്കിൽ പോലും ഒരാൾ റസൂലുള്ളാഹിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് നബി തങ്ങളെ തന്നെയാണ് കണ്ടത്. ഇനി നിങ്ങളൊരു ഓഫീസിലേക്കും വിളിക്കേണ്ടതില്ല. ഇതാ കാട്ടുവളപ്പിൽ നൗഷാദ് പറഞ്ഞിനി. എന്നിട്ട് അഹ്ലുസുന്നയുടെ വാദം പറഞ്ഞ ഇമാമിങ്ങളെ മുഴുവനും തള്ളി അവരെ മുഴുവനും വഹാബികളാക്കി ഇവിടെ പ്രചരിപ്പിച്ചിരുന്ന കുരുവട്ടൂരികളെ, നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. എന്താ നിങ്ങൾക്ക് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? അപ്പോ ഇനി ഇതൊന്നും അറിയാത്ത പഠിക്കാത്ത സാധാരണക്കാരായ ആളുകളെ ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ പറ്റൂലേ എന്ന് മനസ്സിലാക്കണ്ട. നിങ്ങൾ സ്വപ്നം കാണാം, കണ്ട സ്വപ്നം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണോ കണ്ടത് എന്ന് ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ കണ്ടതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകളോട് അതിനെ സംബന്ധിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ കണ്ട സ്വപ്നത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യോജിക്കുന്ന സിഫത്തുകളുണ്ടോ? അതല്ലേ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. ഒന്നോ ഒന്നിലധികമോ സിഫാത്തുകൾ ഉണ്ടോ എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഉറപ്പിക്കാം. അതിന് ഈ സിഫത്തുകളെ പറ്റി അറിയുന്ന ആളുകളോട് അതിനെ സംബന്ധിച്ച് പറയണം. അതല്ലേ ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇബ്നു സിരീൻ തങ്ങൾ എന്താ പറഞ്ഞത്? സിഫുലി, എങ്ങനെ ഞങ്ങൾ കണ്ടത് അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞു തരീന്ന്. അങ്ങനെ ഈ വന്ന ആൾ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എന്താ പറഞ്ഞു കൊടുത്തത്? ലം യറഹു, നിങ്ങൾ കണ്ടത് ആരെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ല കണ്ടത് എന്ന് ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ? ഇതുപോലെ സാധാരണക്കാര് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാം, അവര് കണ്ടാൽ അത് നബി തങ്ങൾ തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിന് അതുമായി അറിയുന്ന ആളുകളോട് അതിനെപ്പറ്റി സംസാരിച്ച് പറഞ്ഞു കൊടുത്ത് അവര് സർട്ടിഫൈ ചെയ്താൽ അതാണ് വേണ്ടത്. അപ്പൊ സാധാരണക്കാരിഞ്ഞ് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റൂലേ എന്ന് വിചാരിക്കണ്ടാന്ന്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതായാലും ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും ഒരു ഷറഹത്ത് ദീപെങ്കിലും ശരിക്കും ഓതി പഠിക്കാത്ത, ഷറഹത്ത് ദീപും തസ്ലീമന്തിക്കൊക്കെ പാമ്പേസാണ് പറഞ്ഞ എന്താ കാട്ടുക? അതൊക്കെ കുട്ടികൾക്ക് പാമ്പേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണെന്ന് പറയുന്ന ആൾക്കാരും ഈ ഗുരുത്തുക്കളല്ലാതെ വേറെന്താ സംഭവിക്കുക? അപ്പൊ നോക്കാം, മന്ദിക്കിന്റെ കിതാബ് എന്നൊക്കെ പറയാന്നല്ലാതെ അതിന്റെ അവലാഹിർ പേജ് ചീന്തിക്കളഞ്ഞാൽ അവലാഹിറിൽ ചിലപ്പോ ബിസ്മി അഹമ്മദൊക്കെ സലാത്തൊക്കെ ഉണ്ടാവും. ബാക്കി കഴിഞ്ഞ ആ പേജ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ കുട്ടികളെ പമ്പേഴ്സിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ല, കാരണം വേറെ ഒന്നും ഇല്ലാന്ന്. അത് മനോരമ പേപ്പർ ഒരേ മാതിരിയായി പോയി. അതേപോലെ തന്നെ ഇവിടെ ഈ വിഷയം ഇത് നമ്മൾ സ്വന്തമായിട്ട് പറയാനൊന്നും ആരും വിചാരിക്കണ്ട. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ശംസുൽ ഉലമായി എന്ന് പറയുമ്പോൾ സമസ്ത ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറിയുടെ ആ സാരഥ്യത്തിൽ 4 പതിറ്റാണ്ട് കാലം നേതൃത്വം വഹിച്ച മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഷെയ്ഖുനാ ഇകെ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്, ഇനി അത് വേറെ ഏതെങ്കിലും ശംസുൽ ഉലമയൊന്നും ആരും വിചാരിക്കണ്ട. ബഹുമാനപ്പെട്ടവരും ഇങ്ങനെ തന്നെയാണ് അവിടുത്തെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്ന് അവിടുത്തെ ശിഷ്യന്മാർ നേരിട്ട് അവിടുത്തെ തിരുമുഖത്തിൽ നിന്ന് കേട്ട ആളുകൾ നമ്മളോട് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ശംസുൽ ഉലമയിലെ മാതൃകയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമന്റെ ഈ വിഷയത്തിൽ അഭിപ്രായം എന്താണ്? നമ്മൾ പറഞ്ഞ മാതിരി തന്നെയാണ് അഭിപ്രായം. പിശാചിന് തികച്ചും വ്യത്യസ്തമായ മഹ്ലൻ മുഖാലഫത്തായ രീതിയിൽ സ്വപ്നത്തിൽ വന്ന് നബിയാണെന്ന് പറഞ്ഞു വന്നുകൂടായികയില്ല, സാധ്യതയുണ്ട് എന്ന അഭിപ്രായം തന്നെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശംസുൽ ഉലമയിലെ മാതൃകയുണ്ടെന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമയുടെ ശത്രുക്കൾ ശംസുൽ ഉലമയുടെ ആളാകാൻ നിൽക്കൊന്നും വേണ്ട.
ശംസുലുലമയോട് കഠിനമായ ശത്രുത ദീർഘകാലം വെച്ച് പുലർത്തിയിട്ട് ശംസുലുലമ അവിടെ വളർത്തിയെടുത്ത സമസ്തയെ തച്ചു തകർക്കും എന്ന് പരിസരത്തിൽ നിന്ന് ഒരിക്കൽ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആളുകൾ, നിങ്ങളെ സമസ്തനെ ഞങ്ങൾ തച്ച് പൊളിക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ശംസുലമയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞു വരാൻ നിൽക്കണ്ട. അതൊക്കെ നിഫാഖിന്റെ മൂർധന്യ വേഷധാരികൾ മാത്രമാണ്. കാപട്യം കൽബിൽ ഉറച്ച് നിറച്ച് വെക്കുന്ന ആളുകളുടെ ഗീർവാന പ്രഘോഷണങ്ങൾ മാത്രമായിട്ട് അതിനെ ബുദ്ധിയുള്ള മനുഷ്യന്മാർ കാണുന്നുള്ളൂ. അത്രേ അതിനെ പറ്റി പറയാനും. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. രേഖപ്പെടുത്തിയത് ومنع الشيطان أن يتصور في خلقته لئلا يكذب على لسانه في النوم كما خلق الله تعالى العادة للأنبياء عليهم الصلاة بالمعجزة وكما استحال أن يتصور الشيطان في صورته في اليقظان. അപ്പൊ മനാമിലുള്ള അതേ ഇസ്മത്ത് എവിടെ ഉണ്ട് എന്നാണ്? യഖളത്തിലുണ്ട്. ഇവരെന്താ പറയുന്നത്? മനാമിലുള്ള ഇസ്മത്ത് യഖളത്തിലില്ല. പച്ച നോണ പറയും ചെയ്യാ. പിശാച് വാദമല്ലേ അത് യഥാർത്ഥത്തില്? പിശാചുവാദം തിരിഞ്ഞുകൊത്തുന്നു. പിശാചുവാദം തിരിഞ്ഞുകൊത്തി. എന്തിനാണ് ഈ പണിക്ക് നിന്നത്? നമ്മളെ മുഖാമുഖം കൂടിയാണ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം അത് ഒലിച്ചു പോകും. അത് സ്വസ്ഥമായിട്ട് സുതാര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന നിലക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരാം എന്ന് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. അതൊരു വെല്ലുവിളിയോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും അഡ്രസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ല. അങ്ങനെ ആരും വിചാരിക്കും വേണ്ട. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.